ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. UPI ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇനി എക്സ്ട്രാ ചാർജ് നൽകേണ്ടി വരും. 3000 രൂപയ്ക്ക് മേലുള്ള ഇടപാടിന് ഇനി ചാർജ് നൽകേണ്ടി വരും. സർക്കാർ ഇതിനായുള്ള നീക്കത്തിലാണെന്ന് റിപ്പോർട്ട്. ദിനം പ്രതിയുള്ള UPI ഇടപാടുകളിൽ വൻ വർധനയാണ് രാജ്യമെങ്ങും ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളെയും സേവനദാതാക്കളെയും സഹായിക്കുന്നതിനായി ഉപയോക്താക്കളിൽ നിന്നും ചാർജ് ഈടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. 3000 രൂപയ്ക്ക് മേലുള്ള UPI ഇടപാടുകൾക്ക് നിശ്ചിത തുക നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ഡിജിറ്റൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചുവെന്നും ഇക്കാര്യത്തിൽ സഹായം വേണമെന്നുമുള്ള ബാങ്കുകളുടെയും സേവനദാതാക്കളുടെയും നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചെറിയ UPI പേയ്മെന്റുകൾക്ക് ചാർജ് ബാധകമാവില്ല. അതേസമയം വലിയ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കിയേക്കുമെന്നും 2020 മുതലുള്ള സീറോ മെർച്ചന്റ്സ് ഡിസ്കൌണ്ട് റേറ്റ് ഒഴിവാക്കുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. UPI വഴി നടത്തുന്ന വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റായി 0.3% ഈടാക്കാമെന്നാണ് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത്. നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിന്മേലുള്ള മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് 0.9% മുതൽ 2% വരെയാണ്. റുപേ കാർഡുകൾക്ക് ഇത് ബാധകമല്ല. ഫിൻടെക് കമ്പനികൾ പോലുള്ള ഓഹരി ഉടമകളുമായി വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ UPI നിരക്കുകൾക്ക് പണം ഈടാക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചേക്കുകയുള്ളൂ. ഇതിനായി 2 മാസം വരെ സമയമെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ കണ്ടീഷണറുകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നതോടെ ചൂട് എത്ര ഉയർന്നാലും നിങ്ങൾക്ക് AC-യുടെ താപനില 20 ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കാൻ കഴിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. വൈദ്യുതി ലാഭിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യം നിയന്ത്രിക്കാനുമുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ഊർജ്ജമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞു. പുതിയ നിയന്ത്രണം വീടുകളിലെ എയർ കണ്ടീഷണറുകൾക്ക് മാത്രമല്ല, ഹോട്ടലുകളിലെയും കാറുകളിലെയും AC-കൾക്കും ബാധകമാകും. എയർ കണ്ടീഷണറുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. AC-കളുടെ താപനില 20 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ പരിമിതപ്പെടുത്തും. ഇതോടെ AC ഉപയോഗിച്ച് 20 ഡിഗ്രി സെൽഷ്യസിന് താഴെ തണുപ്പിക്കാനോ 28 സെൽഷ്യസിന് മുകളിൽ ചൂടാക്കാനോ കഴിയില്ല. താപനില ക്രമീകരണങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തെ ആദ്യത്തെ പരീക്ഷണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പല വീടുകളിലും കെട്ടിടങ്ങളിലും AC-കൾ വളരെ താഴ്ന്ന താപനിലയിൽ 16 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരെ പ്രവർത്തിപ്പിച്ചിരുന്നു. ഇത് പവർ ഗ്രിഡിൽ അധിക സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. എയർ കണ്ടീഷണറുകൾ ഏകദേശം 50 ഗിഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇത് രാജ്യത്തിന്റെ പരമാവധി പവർ ലോഡിന്റെ 5/1 ഊർജ്ജ ഭവന നഗരകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആൻഡ്രോയിഡ് 16 പുറത്തിറക്കി ഗൂഗിൾ. ആദ്യഘട്ടത്തിൽ ലഭ്യമാവുക പിക്സൽ ഫോണുകളിൽ മാത്രം. ആപ്പിൾ iOS 26 പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് 16 പുറത്തിറക്കി ഗൂഗിൾ. ആദ്യഘട്ടത്തിൽ പിക്സൽ ഫോണുകളിൽ മാത്രമേ ലഭ്യമാകൂ. പ്രവേശനക്ഷമത, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്നതാണിത്. ലൈവ് അപ്ഡേറ്റുകളാണ് ആൻഡ്രോയിഡ് 16ന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന്. ഐഫോണുകളിലെ ലൈവ് ആക്ടിവിറ്റീസ് ഫീച്ചറിന് സമാനമാണിത്. ഉപഭോക്താക്കൾക്ക് ഭക്ഷണ ഡെലിവറിയുടെയോ ടാക്സി സേവനങ്ങളുടെയോ നില അടക്കമുള്ള തത്സമയ അപ്ഡേറ്റുകൾ ലോക്ക് സ്ക്രീനിൽ നേരിട്ട് കാണാൻ കഴിയും. ആപ്പുകൾ വീണ്ടും തുറക്കാതെ അപ്ഡേറ്റുകൾ നിരീക്ഷിക്കാൻ ഇത് സഹായകമാണ്. അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷനാണ് മറ്റൊരു സവിശേഷത. ഡിജിറ്റൽ ലോകത്ത് ഉപയോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഫീച്ചർ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അപകടകരമായ ആപ്ലിക്കേഷനുകൾ കടന്നുകയറുന്നത് തടയുന്നതിനും വേണ്ടിയുള്ളതാണ്. അപകടകരമായ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയോ സംശയാസ്പദമായ പ്രവർത്തനം നേരിടുകയോ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് 16 ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും. അപ്ഡേറ്റ് ചെയ്ത ഫോണ്ടുകൾ, കൂടുതൽ വൃത്താകൃതിയിലുള്ള ആപ്പ് ഐക്കണുകൾ, പുതിയ വർണ്ണാഭമായ മെനു എന്നിവയും പുതുമകളാണ്. മീഡിയ കൺട്രോളുകളും നവീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കേരളത്തിലെ ടെലികോം വിപണിയിൽ ജിയോയുടെ കുതിപ്പ് തുടരുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏപ്രിലിൽ ജിയോ പുതിയ വരിക്കാരുടെ എണ്ണത്തിൽ ബഹുദൂരം മുന്നിലെത്തി. ഇന്ത്യൻ ടെലികോം വിപണിയുടെ തലവര തന്നെ മാറ്റിയത് 2016 ജിയോയുടെ ലോഞ്ചാണ്.
ഈ വർഷം ഏപ്രിലിലെ കണക്കുകളിലും ജിയോ മുന്നിൽ തന്നെയുണ്ട്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 76,000 പുതിയ വരിക്കാരെയാണ് ജിയോ ചേർത്തത്. മൊബൈൽ വരിക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല, ഫിക്സഡ് വയർലെസ് ആക്സസ് വിഭാഗത്തിലും ജിയോ മുന്നേറുകയാണ്. കേരളത്തിൽ ജിയോ എയർ ഫൈബർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2025 മാർച്ചിലെ 1,07,187 നിന്ന് ഏപ്രിലിൽ 1,12,652 ഉയർന്നു. രാജ്യവ്യാപകമായി 2025 ഏപ്രിലിൽ ആക്റ്റീവ് വരിക്കാരുടെ വളർച്ച നേടിയ ഏക ടെലികോം ഓപ്പറേറ്റർ ജിയോ ആണ്. 55 ലക്ഷത്തിലധികം ആക്റ്റീവ് ഉപയോക്താക്കളെയാണ് ജിയോ ഈ മാസം ചേർത്തത്. ഈ മാസം ദേശീയ തലത്തിൽ ജിയോ മൊത്തം 26.44 ലക്ഷം വരിക്കാരെ ചേർത്തു. ഇതോടെ മൊത്തം ഉപയോക്താക്കളുടെ എണ്ണം 47.24 കോടിയിലധികമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. EV വിൽപ്പനയിൽ വൻ കുതിപ്പ്, ഉൽപാദനത്തിൽ പക്ഷേ വെല്ലുവിളി ഏറുകയാണ്. രാജ്യത്തെ EV വിപണി കഴിഞ്ഞ മാസവും ചരിത്ര മുന്നേറ്റം കാഴ്ചവെച്ചു. ഇന്ത്യയിലെ EV വിൽപ്പന ചരിത്രത്തിലാദ്യമായി മെയ്യിൽ മൊത്തം വിപണി വിഹിതത്തിന്റെ 4% മുകളിലെത്തിയെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ കണക്കുകളനുസരിച്ച് വൈദ്യുതി വാഹനങ്ങളുടെ വിപണി വിഹിതം 4.1% ഉയർന്നു. ഏപ്രിലിൽ ഇത് 3.5% ബാറ്ററി സാങ്കേതികവിദ്യ, ഉയർന്ന ഡ്രൈവിംഗ് റേഞ്ച്, ആകർഷകമായ വിലയിലുള്ള ഈ വാഹനങ്ങളുടെ മോഡലുകൾ എന്നിവയാണ് വിപണിക്ക് കരുത്താകുന്നത്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളെക്കാൾ വൈദ്യുതി കാറുകളും ഇരുചക്ര വാഹനങ്ങളോടാണ് ഉപഭോക്താക്കൾക്ക് പ്രിയമേറുന്നത്. ടാറ്റ മോട്ടോഴ്സിനാണ് ഈ വാഹന വിപണിയിൽ മേധാവിത്വം. MG മോട്ടോർ ഇന്ത്യ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയും അതിവേഗം വിപണി വികസിപ്പിക്കുന്നു. രാജ്യത്തെ മൊത്തം വൈദ്യുതി വാഹന വിൽപ്പനയിൽ 87% വിഹിതവും ഈ 3 കമ്പനികൾക്കാണ്. മെയ്യിൽ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് 4,351 വൈദ്യുതി വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചത്. മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ കമ്പനിയുടെ വിൽപ്പനയിൽ 18% ഇടിവുണ്ടായി. അതേസമയം MG മോട്ടോറിന്റെ ഈ കാർ വിൽപ്പന 149% ഉയർന്ന് 3,765 യൂണിറ്റുകളായി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കഴിഞ്ഞ മാസം 2,632 വൈദ്യുതി വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. വാങ്ങൽ താൽപര്യം ഏറുകയാണെങ്കിലും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതയിലുണ്ടാകുന്ന ഇടിവ് വൈദ്യുതി വാഹന ഉൽപാദന രംഗത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഈയിടെ അപൂർവ മൂലകങ്ങളായ മാഗ്നറ്റ് ഉൾപ്പെടെയുള്ളവയുടെ കയറ്റുമതിക്ക് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ മൂലകങ്ങളിൽ 85% ചൈനയുടെ കൈവശമാണ്. മൂലകങ്ങളുടെ ലഭ്യത മെച്ചപ്പെട്ടില്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങാൻ ഉപയോക്താക്കൾ ദീർഘകാലം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.